അട്ടോളി ഞാൻ പിടിച്ചിട്ടുണ്ട്. അടിട്ടൂടി നേരെ പിടിക്കടാ. ആ പിടിക്കുന്നുണ്ടല്ല അതുപോലെ എന്താണ്? രാവിലെ തുടങ്ങിയതാണ് ഏറ്റല്. അൽമാരിയുള്ള പൊറാട്ട മുഴുവൻ തിന്നു തീർത്തല. പകരത്തിന് പകരം ഒരു പണിക്കാരനെ മുഖം നമ്മളെ കൊണ്ട് ഇങ്ങനെ ഏറ്റിക്കുക. എന്താ വേണ്ടിയത് നിങ്ങക്ക്? ഒരു ചായ. നിങ്ങക്കോ കടി എന്തെങ്കിലും? രണ്ട് ചായ. ബാഗോട്ടെ. എത്രയായി? 10 രൂപ. ഈ കൊല്ലം തേക്കാണ്. ആ കയറാണ് കുടിക്കാണേ. പഠിപ്പിക്കണ്ട. കൊറേ കാലായി ഞാനിത് തൂക്കാൻ തുടങ്ങിട്ട്. പോയി ആ പ്ലേറ്റ് ആക്കിയേക്കടാ. അസ്സലാമലൈക്കും. ഇരിക്കി മൂസാക്കെ ഇരിക്കി. എന്താ നേരം പോയിട്ടാകുമ്പോ മോനും ബാപ്പിയും കൂടെ കൊല തൂക്കി കളിക്കുക? എടാ ബാബുട്ടിയെ, മൂസബായിക്ക് നല്ലൊരു ചായ ഇട്ട് കൊടുത്ത കടുപ്പത്തില്. കുഞ്ഞോ, അന്റെ മോക്ക് നല്ലൊരു കാര്യം വന്നിട്ടുണ്ട്. നല്ല തറവാട്, ഒരു വേണ്ടത്തരില്ലാത്ത ചെക്കൻ. പോരാത്തതിന് ഓന് ഗൾഫിലുമാണ്. അനക്കിപ്പൊ നടത്താൻ പറ്റുവോളെ കാര്യം? ഇജ്ജ് എന്താ പറഞ്ഞു തരുന്നു മൂസേ? ഞാൻ എവിടെ നിർത്തി നടത്താനാ? എന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ അനക്ക് അറിയണതല്ലേ. അവർക്കൊക്കെ ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടി വരും. അതൊന്നും കൂടുതലൊന്നും മാണ്ടടോ. അന്റെ മോളെ കണ്ടിട്ടാടോ വന്നിക്കണേ. ചെക്കനിക്ക് ഡിമാൻഡ് ഒന്നുമില്ല. പിന്നെ പഴയ തറവാട്ടരായതുകൊണ്ടാണ്. തള്ളക്ക് എന്തെങ്കിലും വേണ്ടി വരും. ഒരു 30 പൗൻ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നാ ഈ കാര്യം നടക്കടോ. എന്തേ 30 പവനാ? 1,04,000 കൊടുക്കണം. അതൊന്നും ശരിയാവില്ല എന്റെ മൂസേ. അന്റെ മോള് നല്ലൊരു തറവാട്ടി പോയിട്ട് ജീവിക്കണമെന്ന് അനക്ക് ആഗ്രഹമില്ല കുഞ്ഞോ? കേറി വന്ന ഭാഗ്യാണ് കുഞ്ഞോ. അത് പുറംകാലോണ്ട് തട്ടിക്കളയരുത്. ഇജ്ജ് നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പകയതിൽ ഉപ്പാണ്ട് ഒട്ടിക്കണ്. തന്നെയാണ്. കുഞ്ഞോൾക്കൊരു കാര്യം വന്നിക്കണ്. ഞമ്മളെ മൂസ കൊടുന്ന കാര്യം. ആര്? ബോക്കർ മൂസേ? ആ, ചെക്കൻ ഗൾഫില. ഒറ്റ മോന. സ്ത്രീധനം വേണ്ടെന്നാണ് അവര് പറയണത്. എന്നാലും ഒരു 30 പവനെങ്കിലും കൊടുക്കേണ്ടി വരും. എനിക്കാലോചിച്ചിട്ട് ഒരു എത്തുപൊടിയും കിട്ടണില്ല. കുഞ്ഞോ, ഇങ്ങോട്ട് വന്ന കാര്യമില്ലടോ. ഇജ് വിടണ്ടടോ, ഞമ്മക്കത് നടത്താടോ. നിങ്ങൾ എന്താണ് ഈ പറയണത്? ഞാൻ എവിടെ നിർത്തി കൊടുക്കാനാ? ഞാനാണെങ്കി ഒന്നും കരുതിയിട്ടുമില്ല. അതിനൊരു പണിയുണ്ട്. ഞമ്മക്ക് സാനുവിനെ കൊണ്ടൊരു പെണ്ണെട്ടിക്കാം. അതിന്ന് കിട്ടണ കാശും പിന്നെ നുള്ളിപ്പെറുക്കി ഒപ്പിച്ച് നമുക്കതങ്ങ് നടത്താടോ. എന്തായാലും ഞാൻ സാനുവിനോടൊന്ന് സംസാരിക്കട്ടെ. കെട്ടേണ്ടത് ഓനല്ലേ. ഓന്റെ അഭിപ്രായം കൂടി ഒന്ന് ചോദിക്കണല്ലോ. ഓൻ സമ്മതിക്കോടോ. കുഞ്ഞോളെ കാര്യത്തിന് വേണ്ടിയല്ലേ. ഓൻ സമ്മതിക്കും. സമ്മതിച്ചില്ലെങ്കിൽ നമ്മൾ സമ്മതിപ്പിക്കും. എങ്ങനെ ഞാൻ അവനോട് ഇപ്പൊ ഇത് പറയാ? ഓനതാ വരുന്ന്. നിങ്ങൾ എന്നെ കാര്യം പറഞ്ഞോളി. ഷാനു. എന്തേപ്പാ? എടാ, ഞമ്മളെ കുഞ്ഞോൾക്കൊരു കാര്യം വന്നിക്കണ്. എന്താപ്പ എന്റെ അഭിപ്രായം? എവിടുന്നാപ്പാ കാര്യം? അത് ഞമ്മളെ മൂസ കൊടുന്നതാ. ഇയ്യറിയും ആ മേലേപ്പുറത്ത് കാഞ്ഞിരി വീട്ടിന്നാ. ഓൻ ഗൾഫില. ഞാൻ അന്വേഷിച്ചപ്പോ നല്ല കാര്യ.
നിജൊന്നുണ്ട് അന്വേഷിച്ചാളെ, എന്റെ പെങ്ങളെ കാര്യല്ലേ. അതും നല്ല കാര്യം. ഓൽക്ക് 30 പവൻ കൊടുക്കണമെന്നാ അവര് പറയണത്. അത് നമ്മൾ എങ്ങനെ ഒപ്പിച്ചു കൊടുക്കും? എന്നെ കൊണ്ട് നുള്ളി പെറുക്കിയ ഒരു 1-2 പവ ഒപ്പിക്കാൻ പറ്റും. എന്നാലേ ഞങ്ങളൊരു തീരുമാനം എടുത്തുക്കണ്. ഇജൊരു പെണ്ണ് ഇട്ടുക, അതിൽ കിട്ടുന്ന പണം കൊണ്ട് കുഞ്ഞോൾക്ക് ശ്രീധൻ അങ്ങോട്ട് കൊടുക്കുക. എന്തേ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ ഈ പറയണത്? ഈ ഓർഡർ ചോടിയും കൊണ്ട് ഒരു പെണ്ണിനെ പോറ്റാന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാവൂല. പിന്നെ ശരിയാവാതെ കുഞ്ഞോളെ നമുക്ക് ഇറക്കണ്ടേ? ഉപ്പ് പറഞ്ഞതാ ശരി, ഈ അത് ചെയ്തേ പറ്റൂ. കാക്ക ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കാര്യാക്കണ്ട. എനിക്കിപ്പൊ കല്യാണൊന്നും വേണ്ട, ഇനിയും പഠിക്കണം. അതിനെന്താടി, കല്യാണം കഴിഞ്ഞാലും പഠിക്കാം. അതൊന്നും ഓർത്ത് മോള് ബേജാറാവണ്ട. വാ, ഒരു ചുമ്മാക്കൾ ആളുടെ തന്നെ പഴയ പോയിട്ട് ചൂടായി കളി. ഞാൻ വല്ല പയം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇയാളാ കല്യാണം മുടക്കിയത്? എന്തേ നിങ്ങളെന്തിന് എന്റെ കല്യാണം മുടക്കിയേ? അതിനുള്ള കാരണം എന്താന്ന് എനിക്ക് പറയണം. ഞാൻ തന്നെയാണത് മുടക്കിയത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് അതിപ്പോ ഞാൻ തന്നെ ഇവിടെ വിളമ്പണ. കുഞ്ഞാക്ക വിട്ടളി വിട്ടളി, നിങ്ങൾ അങ്ങോട്ട് പോയി കാണും. മക്കള് പോയിക്കോളി. നിങ്ങൾ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാ മതി. പഞ്ചായത്തിന്റെ കാര്യത്തിൽ മാത്രല്ല, എല്ലാ കാര്യത്തിലും ഇടപെടും. വലിയ വർത്താനം പറയണ്ട, ചട്ടിയും കലർത്ത് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ആരാടാ കലം കെട്ടി വന്നവര്? കലം കെട്ടി വന്നത് ആരാന്നേ അന്റെ മാപ്പാനോട് ചോദിച്ചാൽ അറിയാ കലം കെട്ടി വന്നത് ആരാന്ന്. ഇവിടെ നിന്ന് വലിയ വർത്താനം പറഞ്ഞ അന്റെ ചേപ്പക്കുട്ടി ഞാൻ അടിച്ചു പൊളിക്കും. എന്താതൊന്ന് കാണട്ടെ. എന്താ മക്കളെ മാറടാ, മാറി അവിടുന്ന്. മാറിയ കുഞ്ഞാ, ഇങ്ങോട്ട് മാറി. ഈ കുട്ടികളെ പോലെ ഇങ്ങോട്ട് മാറി. കുട്ടികളെ പോലെ അന്നേ ഞാനോട് പറഞ്ഞാണ് ഈ വേണ്ടാത്ത പണിക്ക് പോകണ്ടെന്ന്. ഇപ്പൊ എന്തായി? നാട്ടിൽ കല്യാണം മുടക്കിന്നുള്ള പേരുമായി. സുരേഷ്, എന്തിനാ വിളിച്ചത്? ഷാനു വാ. ഷാനു, നിന്റെ ഉപ്പാനെ ഞാൻ കണ്ടിരുന്നു. നിന്റെ പെങ്ങൾക്ക് കാര്യം വന്ന് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ നിന്റെ കല്യാണം നടന്നെങ്കിൽ അത് നടക്കുള്ളൂന്ന് പറയാനും പറഞ്ഞു. എല്ലാം പറഞ്ഞില്ലേ, എന്താടാ ചെയ്യ? ഓട്ടോ ഓടിച്ചിട്ട് ഞാനൊരു പെണ്ണ് കിട്ടുകയെന്ന് പറഞ്ഞാല് ഈ കല്യാണം കഴിച്ച കാര്യം ഇടക്കിടക്ക് എന്നോട് പറയണതല്ലേ. അതൊക്കെ വിട്. നിന്റെ പെങ്ങളെ കല്യാണം നടക്കാൻ വേണ്ടിട്ടല്ലേ. മൂപ്പരെ സങ്കടം കണ്ടപ്പോ എനിക്കാകെ വിഷമായി. എനിക്ക് സങ്കടമില്ലാന്നാണ് എന്റെ വിചാരം. എന്റെ പെങ്ങളെ കാര്യമില്ലടാ. നീ ഞാനായിട്ടൊരു തടസ്സം നിൽക്കണില്ല. അവരിഷ്ടം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഞാൻ എന്തിനും തയ്യാറാ. നന്നായി. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും എല്ലാത്തിനും. വലൈക്കും അസ്സലാം. വരി വരി ഇരിക്കി. ഇതാണ് ചെക്കൻ. എന്താ പേര്? എന്റെ പേര് റിയാസ്. ഗൾഫിലെന്താ ജോലി? സ്വന്തം ബിസിനസ്സാ. എന്തിനാണ് ഓൻക്ക് ഗൾഫൊക്കെ? പാപ്പകാരന്മാരായിട്ട് കോടിക്കോടി ലക്ഷക്കണക്കിന് സമ്പാദിച്ചിക്കണല്ലോ. എന്നാ പിന്നെ നമ്മക്ക് ആ കുട്ടീനൊന്ന് കാണിച്ചു കൊടുക്കും. പോയിട്ട് കുറെ പണിയുണ്ട്. ജമീല, കുഞ്ഞോളെ വിളിച്ചാ? ഇങ്ങോട്ട് പോരും, ഞാൻ കാണിച്ചുതരാം. മോനാണ്ട് ചെല്ലി. നിന്നെ ഞാൻ മുന്നേ കണ്ടതാ.
ഇത് വീട്ടുകാരോട് ഒരു ചടങ്ങാ. അത് നന്നായി. അതുകൊണ്ടൊന്നുകൂടെ കാണാനായല്ലോ. എന്താ എന്റെ പേര്? ഷംന. എന്തിനാ പഠിക്കണ്? +2. കൂടുതലൊന്നും ചോദിക്കണില്ല. അന്ന് കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. പോട്ടെ. സാനൂന് പറഞ്ഞ പെണ്ണ് ലേശം കറുത്തിട്ടാണ്. പിന്നെന്താ പറഞ്ഞ പണ്ടവും പണം കിട്ടും. അന്തസ്സായിട്ട് പണറൊക്കം കിട്ടും. അല്ല അതിപ്പോ സാനുവിനോടൊന്ന് പറയണ്ടേ? മൂസ പറഞ്ഞാ ശരി. പെണ്ണ് കറുത്തിട്ടാണെങ്കിലും ഈമാനുള്ള കുട്ടിയാണെങ്കിൽ അതാണ് ശരി. അതന്നെ ഉസ്താദ് പറഞ്ഞാണ് ശരി. കുട്ടി കാണാൻ ഒരു ഈമാണ്ടെന്ന്. കുഞ്ഞോളെ കല്യാണത്തിന് 30 പവനാരാ കൊടുക്കുക? മൂസ പറഞ്ഞാ ശരി. അന്റെ മോളെ പറഞ്ഞേക്കണ്ട. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ? ഉറുപ്പ്യ 1-2 അല്ലല്ലോ. കുട്ടി കുറച്ച് കറുത്തിട്ടാണെങ്കിലും അതല്ലേ നല്ലത്? അതന്നെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ആ കുടിക്ക്. അസ്സലാമലൈക്കും. വരും ഇരിക്കി. വാലൈക്കും മുസ്സലാം. എന്താ കുഞ്ഞോ വിശേഷം? അൽഹംദുലില്ലാ സുഖാണ്. എന്താ ഇപ്പൊ കച്ചവടക്കില്ലേ? ആ കൊഴപ്പില്ല. പിന്നെ ആചാരേ, ഞാൻ വന്നത് എനിക്കൊരു 5 പവൻ കടായിട്ട് തരണം. മോളെ കല്യാണം ശരിയായിട്ടുണ്ട്. പൈസ ആയിട്ടിപ്പോ എന്റെ കയ്യിലൊന്നും എടുക്കാനില്ല. ഒരു 2 മാസത്തെ ഇട എനിക്ക് തരണം. ഞാൻ ഇപ്പൊ എന്താ പറയാ കുഞ്ഞോ, ഗൾഫിലാണെങ്കിൽ മാന്ദ്യം, സ്വർണത്തിന് വില കൂടിയത് കാരണം കച്ചവടം കുറവാണിപ്പം. തട്ടാന്മാർക്ക് കൂലി കൊടുക്കാൻ തന്നെ ഇവിടെ പടാപാടാണ്. ജി കുറച്ച് പൈസ എന്തെങ്കിലും തരണം, അല്ലാതെ എന്നെ കൊണ്ടൊന്നും ഇപ്പൊ സാധിക്കൂല. എന്നാ ഞാൻ പോട്ടെ ആചാര്യ. അങ്ങനെ ആയിക്കോട്ടെ എന്നാല്. ആൾക്കാരെ വിചാരം ഇവിടെ പൊന്ന് കഴിക്കണം മരാന്നാ. ഇപ്പൊ ഇതിന് അങ്ങാടി പോയി കണ്ണി കണ്ടോട്ട് പൈസ കടം ചോദിക്കണത്? ജ്വല്ലറിലും പോയെന്ന് ഞാൻ അറിഞ്ഞ്. മനുഷ്യന്മാർക്ക് അങ്ങാടി കൂടി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത കോലത്തിലായിപ്പോ. പതുക്കെ പറയൂ, ഉപ്പ കേൾക്കും. കേൾക്കാൻ വേണ്ടി തന്നെ പറഞ്ഞത്. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താളി. ചോറ് കഴിച്ചിട്ട് പോയിക്കോ. രാവിലെ ഒന്നും തിന്നാത്തല്ലേ. ഇത് തിന്നിട്ട് പോ. ഷാനിയോ? ചോറും വേണ്ട, എനിക്ക് ചായ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഞാൻ പോണു. സാനു, എന്തേ ഇജ്ജ് ഇമ്മാനോട് പറഞ്ഞത് ഞാൻ കേട്ടു. കെട്ടിച്ചയക്കേണ്ട ഒരു പെൺകുട്ടി സ്ത്രീധനത്തിന്റെ പേരിൽ പെരയിലിരിക്കേണ്ടി വരല്ലോ എന്ന് ആലോചിക്കുമ്പം ഒരു വാപ്പാക്കുണ്ടാക്കുന്ന വേദന പറഞ്ഞ അനക്കറിയില്ല. മറ്റുള്ളവരെ മുമ്പിൽ കൈനീട്ടാൻ ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഗതികേടുണ്ടാ. ഇപ്പൊ എന്നോട് ക്ഷമിക്കണം.
നിർത്ത് 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 നിർത്ത്. എടോ എന്റെ വീട്ടിൽ കൊച്ചാ കരി ഉണ്ടാവുമ്പോ എനിക്ക് പറ്റൂലല്ലേ? അപ്പ എന്റെ പടിക്ക് കേടാണ്. ഉമ്മായിട്ട് സാധനങ്ങളൊക്കെ എനിക്ക് കയറ്റാൻ പറ്റൂലേ? ആള് കൊള്ളാലാ. എടാ തന്റെ വയറ് കടല്ല, റൊക്കം കാശാ. പിന്നെ നാളെ കാക്കാനും പെങ്ങളെ കല്യാണ. നേരത്തെ വന്നാ പൊള്ളർച്ച് കോയിലൂടെ നിന്ന് നല്ല ഒപ്പനും കാണാം. വണ്ടി വിടറാ.